ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ഒരു തൊഴിൽ മേഖലയാണത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ആനുകൂല്യം ലഭിച്ചിരിക്കണം. ഈ കേരളത്തിലെ നഴ്സുമാരുടെ മികവാണ് എല്ലാവരും എല്ലായിടത്തും പറയാറുള്ളത്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോയാലും അവിടെ കേരളത്തിലെ നഴ്സുമാർക്ക് ഒരു പ്രഥമ പരിഗണന കിട്ടുന്നതിന് കാരണം അവരുടെ ഒരു അർപ്പണ മനോഭാവമാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ വേണം ആ നിലയ്ക്ക് അവർക്ക് വേണ്ട പരിഗണന ഇവിടെയും കൊടുക്കാൻ. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നഴ്സുമാരുടെ ലഭ്യത കൂടുതലാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ സ്കിൽഡ് ആയിട്ടുള്ള നഴ്സുമാരുടെ ലഭ്യത കൂടുതലായതുകൊണ്ട് സ്വാഭാവികമായും അവിടെ ഈ ലഭ്യത കൂടുതലുള്ളതിന് അതിനനുസരിച്ച് ചെലവഴിക്കാനായിട്ട് താല്പര്യം ഈ സ്വകാര്യ മാനേജ്മെൻറ്റുകൾക്ക് കുറയുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ആ നിലയ്ക്കുള്ള ഒരു കുറവുണ്ടാകുന്നത്. പക്ഷേ അത് കണക്കാക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പരമാവധി ആശുപത്രികൾക്കും സ്വകാര്യ ആശുപത്രികൾക്കും ഈ പണം അനുവദിക്കാവുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതെല്ലാം നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളല്ല. ഇതിൻ്റെ ലാഭവും ഇതിൻ്റെ മലയാളിയുടെ ഈ ആരോഗ്യരക്ഷയെക്കുറിച്ചുള്ള മനോഭാവവും എല്ലാം തിരിച്ചറിയുന്നതുകൊണ്ടാണല്ലോ ഈ പറയുന്ന വലിയ കോർപ്പറേറ്റ് ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വരുന്നത്. ഈ സ്ഥാപനങ്ങളിലെല്ലാം ഈ അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് വന്നുകൊണ്ട് പണം ഇടുന്നതിന് കാരണം ഇത് ലാഭമുള്ള ഒരു മേഖലയാണ് എന്നുള്ള തിരിച്ചറിവ് കൂടിയാണ്. അപ്പോൾ അത് തീർച്ചയായും ഈ ജീവനക്കാർക്ക് കൂടി ലഭ്യമാകുന്ന ഒരു സ്ഥിതിയാണ്. ഇതിനകത്തൊരു കാര്യം, നഴ്സുമാരുടേത് വലിയൊരു വർക്ക് ഫോഴ്സാണ്, വലിയൊരു സംഘമുണ്ട്. ഇതുപോലെ തന്നെയാണ് ജൂനിയർ ഡോക്ടർമാരുടെ അവസ്ഥ. ജൂനിയർ ഡോക്ടർമാരും മാന്യമായ ശമ്പളം കൈപ്പറ്റാത്ത അല്ലെങ്കിൽ അതിൽ ഭയങ്കര കഠിനമായി അധ്വാനിക്കേണ്ടി വരുന്ന ജൂനിയർ ഡോക്ടർമാരും ഇന്നിപ്പോൾ സംസ്ഥാനത്തുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ആരോഗ്യ രക്ഷാ മേഖലയിൽ കുറേ കൂടി നല്ല പരിഗണന നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. കാരണം ഇത്രയും ഇവിടെ നഴ്സുമാർ കൂടുതലുണ്ട്, അതുകൊണ്ട് ശമ്പളം കുറച്ച് കൊടുത്താൽ മതി എന്ന് പറയുന്നത് ഒരു ശരിയായ ചിന്തയല്ല. അതിനപ്പുറത്ത് അവരെ ലോകോത്തരമാണ് നമ്മളുടെ ചികിത്സാ സംവിധാനങ്ങൾ, ലോകോത്തരമാണ് നമ്മളുടെ ആരോഗ്യരക്ഷാ സംവിധാനങ്ങൾ എന്നുള്ള ഒരു മേനി നമ്മൾ നടിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇവർക്കുള്ള ശമ്പളം കൊടുക്കാനും എല്ലാവരും ബാധ്യസ്ഥരാണ്. പക്ഷേ ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്ക് എന്നുള്ളത്, ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു തീരുമാനമുണ്ടായാൽ എല്ലാ ആശുപത്രികളിലും കൊടുക്കുന്ന സാഹചര്യത്തിലേക്കൊന്നും കാര്യങ്ങൾ പോകില്ല. ഇതിനു മുമ്പും തീരുമാനമുണ്ടായതുകൊണ്ട് ആശുപത്രികളെല്ലാം എന്നാൽ കൊടുത്തേക്കാം എന്നുള്ള തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. ആ കാര്യത്തിൽ കുറേ കൂടി കൃത്യമായി പിന്നെ ഇതെല്ലാം ഒരു കാര്യം പറയണമല്ലോ സനീഷ്, ഇതിന് മുമ്പ് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ആ വലിയ സമരമൊക്കെ ഉണ്ടാവുകയും സർക്കാർ തീരുമാനമെടുത്ത് 2020 ഇതിൻ്റെ ഇക്കാര്യത്തിലൊരു ഘടനയുണ്ടാവുകയും ചെയ്തതുകൊണ്ട് ഇത്രയുമെങ്കിലും മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അതിന് മുമ്പ് അതിനേക്കാളൊക്കെ വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. വളരെ വലിയ പണിയും അതിനുള്ള ഒട്ടും ശമ്പളം. സമര നേതാക്കന്മാരൊക്കെ മാനേജ്മെൻറ്റിൻ്റെ തല്ലുകൊള്ളുന്നത് നമ്മൾ വാർത്ത കൊടുത്തിട്ടുള്ളതാണ്, ചർച്ച ചെയ്തിട്ടുള്ളതാണ്.